നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. വാ. അമ്മ എപ്പോഴാ വന്നത്? വെളുപ്പിന്. കഴിക്കേ. അമ്മൂനെ കൊണ്ടുവന്നില്ലേ? എന്തിനാ കൊണ്ടുവരുന്നത്? അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യോ? എന്നാലും നിനക്ക് എങ്ങനെ? കരയാതെ കഴിക്കേ. ഇനി കരഞ്ഞിട്ടെന്താ? സൂപ്പർ അല്ലേ അളിയ? ഇന്ന് കാലത്ത് കിട്ടിയതാടാ മോനെ. കൂടുന്നോ? നിങ്ങൾ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? ഇതിന്റെയൊക്കെ സുഖം അറിയണ്ടേ അളിയാ? സ്കൂളിലേക്കല്ലേ അളിയെ പോകുന്നത്? നമ്മൾ പോയില്ല വെച്ചാൽ ആരെ എടുത്തോണ്ട് പോവോ? അളിയും വരുന്നേ വാ, ഇത്തിരി ബാക്കിയുണ്ട്. സാറുമാരെന്ന് അറിയാൻ പോകില്ല, പോയി പണി നോക്കാൻ പറഞ്ഞു. അല്ലേലും നീ ഒന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങൾ എന്താ നോക്കുന്നേ? കണ്ടു നോക്ക്. എങ്ങനുണ്ട്? സ്കൂളിൽ പോയി ഈ സുഖം കിട്ടോടാ? x plus a into x plus b. Now today we have
to derive what is x plus a into x plus b. X plus a into, let's derive x plus a. എവിടെ നോക്കിയായിരിക്കുന്നേ? പുതിയൊരു സാധനം യൂട്യൂബിൽ വന്നിട്ടുണ്ട്, കാണണമെങ്കിൽ വാ. സംഭവം കലക്കിട്ടാ, വെരുപ്പ് തന്നെ. ഈ മൊബൈൽ എനിക്കൊന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ തരോടാ. ഇത്തിരി പുളിക്കും മോനെ. ഇതേ കാശ് കൊടുത്ത് മേടിച്ചാ. നീ ഒരെണ്ണം മേടിക്ക്. ഇതിപ്പോ ആരെല്ലാം ഇല്ലാത്ത. എന്നിട്ടാ കടയിലൊന്നുകൊണ്ട് കൊടുക്ക്, നല്ലൊരു ഐറ്റം കയറ്റി തരും. നീ എന്താ ഈ പറയുന്നത്? നിനക്ക് എന്തിനാ ഇപ്പം മൊബൈല്? അല്ലെങ്കിൽ തന്നെ അതിനൊക്കെ കാശ് എവിടുന്നാ? എല്ലാവരുടെയും ഉണ്ട്, എനിക്ക് മാത്രമില്ല. മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എൻ്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. ഇതു നിന്റെ എൻ്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. ശിവ, ഒരു കഷ്ണം ചോക്ലേറ്റ് തരാം.
നല്ല സാധനമാണല്ലോ. നല്ല ക്ലാരിറ്റി കാണും. മറ്റവൻ വേണോ? നീ പഠിക്കുന്നുണ്ടോ? In the last class, we learned that a plus b whole square is equal to a square plus 2ab plus b square. Once again, a plus b whole square is equal to a square plus 2ab plus b square. Understand what I say? Like that, we have to derive x plus a into x plus b. നീ അവിടെ എന്തെടുക്കുക? എണീറ്റേ. നാളെ പരീക്ഷയല്ലേ? നീ വല്ലതും പഠിക്കുന്നുണ്ടോ? ആ പഠിക്കുക. നിന്റെ കയ്യിലൊരു മൊബൈൽ കണ്ടല്ലോ. എവിടെ നടാ അത്? അതൊരു ഫ്രണ്ട് തന്നതാ. ഓ, കുറെ ഫ്രണ്ടുകളുണ്ട് പിള്ളേരെ വഴി തെറ്റിക്കാൻ. ശിവ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? നല്ല ആളാ, ഇന്നലെ കാണാന്ന് പറഞ്ഞിട്ട് നീ ഇടയായി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല. നീ ഭയങ്കര ഉഴപ്പാ. ഇക്കണക്കിന് പോയാൽ നീ തോക്കും. എൻ്റെ മോളാ, നിങ്ങൾ കൂട്ടായോ? വാ, നമുക്കൊരിടം വരെ പോകാം. നാളെ നിനക്ക് ഇവിടുന്ന് പോകാം. ഒരു കൗൺസിലർ എന്ന നിലയിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ഒന്ന് കാണാം. ഇനിയും വായിക്കണം. മനസ്സിൻ്റെ മരുന്നാണ് വായന. വായനയും കളിയും നല്ല കൂട്ടുകാരും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മോളിങ് വാ. പണ്ടൊക്കെ ഏത് മൈതാനത്ത് നോക്കിയാലും കുറേ കുട്ടികൾ കളിക്കുന്നതാണ്. ഇപ്പോൾ മൈതാനങ്ങളും ലൈബ്രറികളൊക്കെ ഒഴിഞ്ഞു കിടക്കല്ലേ. ഇപ്പോൾ എവിടെ നോക്കിയാലും കയ്യിലൊരു മൊബൈലും പിടിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. പുറത്തിറങ്ങിയിട്ട് എന്താ പരിപാടി? എങ്ങോട്ടെങ്കിലും പോണം, ആരും അറിയാത്തൊരിടത്തേക്ക്. ഇവിടെ നിൽക്കാൻ വയ്യ. അങ്ങനത്തെ പാവല്ല സാറേ ഞാൻ ചെയ്തത്. പശ്ചാത്താപമാണ് ശരിയായ പ്രായശ്ചിത്തം. തെറ്റാണെന്ന് മനസ്സിലായല്ലോ.
ഇനിയുള്ള ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ കുറച്ചൊക്കെ പ്രായശ്ചിത്തം ചെയ്യാം. അവരങ്ങോട്ട് ഇറക്ക്. സ്ഥലം കാണിച്ചു കൊടുക്കും. അത് ദാ അവിടെയാണ് സാർ. നടക്കട. ഇവിടെ എന്താ വെട്ടവും വിളിച്ചൊന്നുമില്ലേ?